ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്രപ്പിലേക്ക് സ്വാഗതം. നമ്മുടെ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പോൾ പഠിച്ച് തുടങ്ങി കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിലെ ഒരു ചെറിയ ഏരിയ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രധാന രോഗാണു കയറിയാൽ നമ്മുടെ ശരീരം എങ്ങനെയാണ് അതിനെതിരെ റെസ്പോണ്ട് ചെയ്യുന്നത്, ഇതൊക്കെയാണല്ലോ നമ്മൾ ഇമ്മ്യൂണോളജിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഒരു രോഗാണു കയറിയാൽ ഒരു ആന്റിജൻ കടക്കുകയാണ് എങ്കിൽ ശരീരത്തിൽ നടക്കുന്ന ഓവറോൾ ചേഞ്ചസിന്റെ ഒരു സമ്മറിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇൻഫെക്റ്റഡ് ആകാൻ റെഡിയാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ തുടങ്ങുന്നത്, ഒരു വ്യക്തിയുടെ ശരീരത്ത് ഒരു പാത്തജൻ കയറി എന്ന് വിചാരിക്കുക. കുട്ടികളെ, പാത്തജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രോഗാണു. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഒരു രോഗാണു കയറി. ഇനി ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു ശരീരത്തിൽ പാത്തജൻ കയറിയാൽ അവിടെ നമ്മുടെ ശരീരത്തിന്റെ ടിഷ്യൂസിൽ പ്രധാനമായിട്ടും കാണുന്ന ഒരാളാണ് മാക്രോഫേജ്. ശ്രദ്ധിക്കണേ, ഒരാളുടെ ശരീരത്ത് പാത്തജൻ കയറിയപ്പോൾ ആ ശരീരത്തിന്റെ ടിഷ്യൂസിൽ കാണപ്പെടുന്ന ഒരാളാണ് മാക്രോഫേജ്. ഈ മാക്രോഫേജ് എന്ത് ചെയ്യും? ഈ പാത്തജനെ അറ്റാക്ക് ചെയ്യും, പാത്തജനെ വിഴുങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തും, തുടങ്ങിയ പരിപാടികളെല്ലാം ചെയ്യും. ഈ മാക്രോഫേജ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഈ മാക്രോഫേജ് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇവൻ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ മാക്രോഫേജ് ചില കെമിക്കൽസിനെ റിലീസ് ചെയ്യുകയാണ്. ഈ കെമിക്കൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈറ്റോകൈൻസ്. സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇന്റർലൂക്കിൻസ് എന്ന് പറയുന്ന കെമിക്കൽസ് വരും. അതുപോലെ തന്നെ കീമോകൈൻസ് എന്ന് പറയുന്ന കെമിക്കൽസ് വരും. ഈവൻ ഇന്റർഫെറോൺസ് എന്ന് നമുക്ക് വിളിക്കാവുന്ന കെമിക്കൽസ് വരും. ഇവന്മാരെല്ലാം റിലീസ് ചെയ്യുന്നു ആര്? നമ്മുടെ മാക്രോഫേജ് എന്ന് വിളിക്കുന്ന ആൾക്കാർ. സോ നമ്മുടെ ശരീരത്തിൽ ഒരു പാത്തജൻ വന്നെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മാക്രോഫേജ് ആദ്യം അതിനെ ഡിറ്റക്ട് ചെയ്യുകയാണ്. ഡിറ്റക്ട് ചെയ്ത ഉടനെ തന്നെ സൈറ്റോകൈൻസ് എന്ന് പറയുന്ന ഒരു കെമിക്കലിനെ റിലീസ് ചെയ്യാണ്. ഒരു കെമിക്കൽ അല്ല, അത് പല കെമിക്കൽസിന്റെ ഒരു കൂട്ടമാണ്. സംഭവിച്ചല്ലോ, ഇത്രയും സംഭവിച്ചു. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇന്റർലൂക്കിൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഈ ഇന്റർലൂക്കിൻ, അതുപോലെ തന്നെ കീമോകൈൻസ്, ഇന്റർഫെറോൺസ്, ഇങ്ങനെ നിരവധി ആൾക്കാരെയാണ് നമ്മുടെ സൈറ്റോകൈൻസിന്റെ ഭാഗമായിട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ഓരോരുത്തർക്കും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ഫങ്ഷൻസ് ഒക്കെ നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതിൽ ഈ കീമോകൈൻ എന്ന് വിളിക്കുന്ന ഈ ആൾക്കാര് ഇവന്മാർ ഓടിച്ചെന്നിട്ട് ന്യൂട്രോഫിൽസ് എന്ന് വിളിക്കുന്ന ചില ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരും. ഓക്കെ, ന്യൂട്രോഫിൽസ് നമ്മുടെ WBCയുടെ ഒരു ടൈപ്പാണ് ന്യൂട്രോഫിൽസ്. മാക്രോഫേജ് റിലീസ് ചെയ്യുന്ന കീമോകൈൻസ് ഓടിച്ചെന്ന് ന്യൂട്രോഫിൽസിനെ വിളിച്ചോണ്ട് വരും. അപ്പോ ഒരു പാത്തജൻ വന്ന സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരാളാണ് ന്യൂട്രോഫിൽ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഓർത്തു വയ്ക്കുക. സാറേ, നേരത്തെ മാക്രോഫേജ് അവിടെ ഉണ്ടായിരുന്നില്ലേ? മാക്രോഫേജ് അവിടെ ഉണ്ടായിരുന്ന ആളാണ്, അവൻ ഓടിയെത്തിയതല്ല. പാത്തജൻ വന്നതിന്റെ റിസൾട്ടിൽ അല്ലെങ്കിൽ ഇമ്പാക്റ്റിൽ ആദ്യം അവിടെ ഓടിയെത്തുന്നത് ന്യൂട്രോഫിൽ ആണ് എന്ന് മാത്രം. ക്ലിയർ ആണല്ലോ? ആണ്. ഈ ന്യൂട്രോഫിലിനും മാക്രോഫേജിനെ പോലെ ഫാഗോസൈറ്റിക് കപ്പാസിറ്റി ഉണ്ട്, സെല്ലിനെ വിഴുങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ന്യൂട്രോഫിൽ വന്ന മാക്സിമം ഈ പാത്തോജനെ എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ഈ പാത്തജൻ എന്ന് പറയുന്ന ആൾ ഇവൻ ഒരു ബാക്ടീരിയയാണ് എങ്കിൽ ഈ ന്യൂട്രോഫിലിന്റെ വരവ് വളരെയധികം വർദ്ധിക്കും. എന്നാൽ ഈ പാത്തജൻ ഒരു വൈറസ് ആണ് എങ്കിൽ ഈ ന്യൂട്രോഫിൽസ് വരില്ലെന്നല്ല, പക്ഷെ അവിടെ കൂടുതൽ വരുന്ന മറ്റൊരാളുണ്ട്. ആ ആളുടെ പേരാണ് NK സെൽസ്, നാച്ചുറൽ കില്ലർ സെൽസ് എന്നാണ് നമ്മൾ ഇവനെ വിളിക്കുക. വൈറസ് ആണ് അവിടെ വന്നിരിക്കുന്നതെങ്കിൽ ഈ NK സെൽസ് ആയിരിക്കും കൂടുതൽ ഓടി വരിക. ബാക്ടീരിയ ആണ് വരുന്നതെങ്കിൽ കൂടുതലും ന്യൂട്രോഫിൽസ് ആണ് ഓടി വരിക. എന്നാലും ഫസ്റ്റ് റെസ്പോണ്ടർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്രോഫിൽ തന്നെയാണ് ഉത്തരം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ ആണ്, മനസ്സിലായി.
അപ്പൊ പാത്തജൻ വന്നു, മാക്രോഫേജ് ആക്ടിവേറ്റഡ് ആയി, സൈറ്റോകൈൻസിനെ റിലീസ് ചെയ്തു. അതിലെ ചില ആൾക്കാര് നമ്മുടെ ന്യൂട്രോഫിൽസിനെ വിളിച്ചുകൊണ്ട് വന്നു. അതിലെ കീമോകൈൻസ് ആണ് ന്യൂട്രോഫിൽസിനെ വിളിച്ചുകൊണ്ട് വന്നത്. ഇന്റർഫെറോൺസ് എന്ന് വിളിക്കുന്ന ആൾക്കാര് നാച്ചുറൽ കില്ലർ സെല്ലിനെ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഇത്ര ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഈ പാത്തജൻ ഉള്ളിൽ കടന്നപ്പോൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന മറ്റു ചില സെൽസ് ഉണ്ട്. അതിലെ ഒരു ടൈപ്പാണ് ഡെൻഡ്രിറ്റിക് സെൽസ്. ഡെൻഡ്രിറ്റിക് സെൽസ് എന്താണ് ഡെൻഡ്രിറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ? ഡെൻഡ്രിറ്റിക് സെൽസിന്റെ പരിപാടി എന്ന് പറയാം, ദേ ആർ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ്, APC എന്ന് നമ്മൾ വിളിക്കും. ഒരു ആന്റിജൻ ഉള്ളിൽ കടന്നാൽ ആ ആന്റിജനെ എടുത്ത് മറ്റു സെല്ലുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന സെൽസ് ആണ് ആന്റിജൻ പ്രസന്റിംഗ് സെൽസ്. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ നിരവധി ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസന്റേഷൻ സ്കില്ലുള്ള ആളാണ് ഡെൻഡ്രിറ്റിക് സെൽസ്. ഈ ഡെൻഡ്രിറ്റിക് സെൽസ് എന്താണെന്നറിയാമോ? ഡെൻഡ്രിറ്റിക് സെൽസ് മാക്രോഫേജിനെ പോലെ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ ഡെൻഡ്രിറ്റിക് സെല്ല് ഈ പറയുന്ന പാത്തജനെ പ്രോസസ് ചെയ്യുകയും അതിന്റെ ആന്റിജനെ അത് പ്രസന്റേഷന് വിധേയമാക്കുകയും ചെയ്യും. എല്ലാവരും കണ്ടോണേ, എൻ്റെ കയ്യിൽ ഒരു ആന്റിജൻ വന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുന്ന പരിപാടിയാണ് ഡെൻഡ്രിറ്റിക് സെൽ. ഈ ഡെൻഡ്രിറ്റിക് സെൽസ് നേരെ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. എങ്ങോട്ടേക്കാണ് ഈ ഡെൻഡ്രിറ്റിക് സെൽസ് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഡെൻഡ്രിറ്റിക് സെൽസ് നേരെ ലിംഫ് നോഡുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. എങ്ങോട്ടേക്ക്? ലിംഫ് നോഡ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയല്ലോ. ലിംഫ് നോഡിലേക്ക് ഈ പാത്തജന്റെ ആന്റിജനെയും കൊണ്ട് പ്രസന്റേഷൻ ചെയ്തുകൊണ്ട് ലിംഫ് നോഡ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ലിംഫ് നോഡ്സിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളുണ്ട്. ആ ആളുടെ പേരാണ് ഹെൽപ്പർ T സെൽസ്. ആരാണ് കുട്ടികളെ? ഹെൽപ്പർ T സെൽസ്. ലിംഫ് നോഡ്സിൽ വെച്ച് ഈ ഡെൻഡ്രിറ്റിക് സെൽസ് ആന്റിജനെ കാണിച്ചു കൊടുക്കുന്നത് ആർക്കാണ്? ഹെൽപ്പർ T സെൽസ് എന്ന് വിളിക്കുന്ന ആൾക്കാണ്. അതുവരെ ഇനാക്റ്റീവ് ആയിട്ടിരുന്ന ഹെൽപ്പർ T സെൽസ് ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? ഹെൽപ്പർ T സെൽസ് എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് ആയി മാറുകയാണ്. ലിംഫ് നോഡുകളിൽ വെച്ച് ഡെൻഡ്രിറ്റിക് സെൽസ് ആന്റിജനെ പ്രസന്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഹെൽപ്പർ T സെൽസ് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. കൂടാതെ നമ്മൾ സാധാരണ ഇമ്മ്യൂണോളജി പഠിക്കുമ്പോൾ പറയുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഒന്ന് ഇനേറ്റ് ഇമ്മ്യൂണിറ്റി, രണ്ട് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഒരു വ്യക്തി ജനിക്കുമ്പോൾ മുതലുള്ള പ്രത്യേകിച്ച് യാതൊരു സ്പെസിഫിസിറ്റിയും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റിയാണ് ഇനേറ്റ് ഇമ്മ്യൂണിറ്റി. കുറെ കൂടെ സ്പെസിഫിക് ആയിട്ട് സമയമെടുത്ത് വരുന്നതാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇതുവരെ നമ്മൾ കണ്ട എല്ലാ ഘടകങ്ങളും ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ പരിധിയിലാണ് വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇതുവരെ നമ്മൾ കണ്ട എല്ലാ ആൾക്കാരും ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ പരിധിയിലാണ് വന്നതെങ്കിൽ ഹെൽപ്പർ T സെൽസ് ആക്ടിവേറ്റഡ് ആകുന്നതോടുകൂടി അത് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ പരിധിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി ഹെൽപ്പർ T സെൽസ് തൊട്ട് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയിലേക്ക് പോവുകയാണ്. ഈ ഹെൽപ്പർ T സെൽസ് എന്ത് ചെയ്യുന്നു എന്നറിയാമോ? ഹെൽപ്പർ T സെൽസ് ആണ് ഇനി വരാൻ പോകുന്ന ചില ആൾക്കാരെ പ്രധാനമായിട്ടും വിളിച്ചുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ അവരെ ഇൻഫോർമേഷൻ കൊടുക്കുന്നത്. ആർക്കൊക്കെ? ഹെൽപ്പർ T സെൽസ് B സെൽസിനോട് പറയും, ദേ ഒരുത്തൻ വന്നിട്ടുണ്ട്. ഹെൽപ്പർ T സെൽസ് സൈറ്റോടോക്സിക് T സെൽസ് എന്ന് പറയുന്ന ചില സെൽസ് ഉണ്ട്, അവന്മാരോട് പറയും ദേ ആരോ ഒരാൾ വന്നിട്ടുണ്ട്. ഹെൽപ്പർ T സെൽസ് മാക്രോഫേജ് എന്ന് വിളിക്കുന്ന ആൾക്കാർ, അവന്മാരെയും ആക്ടിവേറ്റ് ചെയ്യും. ഈ മാക്രോഫേജിനല്ലേ ഇവിടെ കണ്ടത്? ആൾക്കാരൊക്കെ സെയിം തന്നെയാണ്, പക്ഷെ ആദ്യം ആക്ടിവേറ്റഡ് ആയ അല്ലെങ്കിൽ ആദ്യം അവിടെ ഉണ്ടായിരുന്ന മാക്രോഫേജ് വേറെ, ഈ ആക്ടിവേറ്റഡ് ആകുന്ന മാക്രോഫേജ് വേറെ. ഓക്കെ, രണ്ടും മാക്രോഫേജ് ആണെങ്കിലും ഒരാൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു, വേറൊരാളെ ഇനി കൂടുതൽ ആക്ടിവേറ്റ് ചെയ്ത് വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ ഹെൽപ്പർ T സെൽസ് ആണ് B സെൽസിനെയും സൈറ്റോടോക്സിക് T സെൽസിനെയും മാക്രോഫേജസിനെയും ആക്ടിവേറ്റ് ചെയ്യുന്നത്. കുട്ടികൾ, ഈ B സെൽസ് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവും. ആന്റിബോഡിയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് B സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ആന്റിബോഡിയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് B സെൽസ്. ഈ B സെൽസിന് ഒരു പ്രത്യേകതയുണ്ട്. B സെൽസിന് ഡയറക്റ്റ് ചെന്ന് ഈ പാത്തജനുമായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ആക്ടിവേറ്റഡ് ആയ B സെല്ല് ഡയറക്റ്റ് പാത്തജന് ചെന്ന് അറ്റാക്ക് ചെയ്യുകയും പാത്തജന്റെ ആന്റിജനെ B സെൽസിന് പ്രസന്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഡെൻഡ്രിറ്റിക് സെൽസ് ആണ് നമ്മൾ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് ആയിട്ട് നമ്മൾ പറഞ്ഞതെങ്കിലും
മറ്റു പല സെല്ലുകൾക്കും ആന്റിജനെ പ്രസന്റ് ചെയ്യാൻ പറ്റും. ബി സെൽസ് എന്ന് പറയുന്ന ആൾ ഹെൽപ്പർ ടി സെൽസ് ചെന്ന് ആക്ടിവേറ്റ് ചെയ്ത ബി സെൽസ്, അല്ലെങ്കിൽ ഇവിടെ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറുതായിട്ടൊന്ന് ഇൻഫോം ചെയ്തതേ ഉള്ളൂ. ഈ ബി സെൽസ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ബി സെൽസ് നേരെ പാത്തജനുമായിട്ട് അറ്റാക്ക് ചെയ്യുകയും പാത്തജനെ ആന്റിജൻ എന്ന് പറയുന്ന ഏരിയ അത് പ്രസന്റ് ചെയ്യുകയും ചെയ്യും. ഈ ആന്റിജൻ അഗൈൻ ഹെൽപ്പർ ടി സെൽസുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയും അപ്പോഴാണ് ബി സെൽസ് ആക്ച്വലി ആക്ടിവേറ്റഡ് ആകുന്നത്. ആദ്യം ഹെൽപ്പർ ടി സെൽസ് പറഞ്ഞു, എടാ ഒരുത്തൻ വന്നിട്ടുണ്ട്. അപ്പൊ ബി സെല്ല് പറഞ്ഞു, ആഹാ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് നേരെ അവനെ ചെന്ന് കണ്ടു. അവരിൽ നിന്ന് ഒരു ആന്റിജൻ എടുത്ത് പ്രസന്റ് ചെയ്തു. ആ ആന്റിജൻ ഹെൽപ്പർ ടി സെല്ലുമായിട്ട് വീണ്ടും കോണ്ടാക്റ്റിൽ വന്നു. ബി സെൽസ് ഇപ്പോഴാണ് ആക്ച്വലി ആക്ടിവേറ്റഡ് ആകുന്നത്. ക്ലിയർ? ഓക്കെ ആണ്. ഇനി സൈറ്റോടോക്സിക് ടി സെൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. സൈറ്റോടോക്സിക് ടി സെൽസിന്റെ പരിപാടി നേരെ വന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് സൈറ്റോടോക്സിക് ടി സെൽസിന്റെ പരിപാടി. അവന്മാർക്ക് നേരെ വാ നേരെ പോ ഇൻഫോം ചെയ്തു, അവന്മാര് റെഡിയായി നേരെ വന്ന് ഇൻഫെക്റ്റഡ് സെൽസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. മാക്രോഫേജ് നമുക്കറിയാം. മാക്രോഫേജ് അവന്മാരെ വിഴുങ്ങാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. ബാക്കി ഈ സൈറ്റോടോക്സിക് ടി സെൽസ് എല്ലാം കൂടെ തവിട് പൊടിയാക്കി ഇട്ടിരിക്കുന്ന സെൽസിന്റെ അവശിഷ്ടങ്ങളെ വിഴുങ്ങുന്ന ആൾക്കാരാണ് മാക്രോഫേജ്. ക്ലിയർ ആവുന്നുണ്ടോ? ഉണ്ട്. ഈ ബി സെൽസിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ കുട്ടികളെ. ബി സെൽസ് നമുക്കറിയാമല്ലോ. ബി സെൽസ് ഉടനെ തന്നെ ആക്ടിവേറ്റഡ് ആകുന്ന ബി സെൽസ് ഉടനെ തന്നെ പ്ലാസ്മ സെൽസ് ആയിട്ടും മെമ്മറി സെൽസ് ആയിട്ടും ഡിവൈഡ് ചെയ്യും. പ്ലാസ്മ സെൽസ് ആയിട്ടും മെമ്മറി സെൽസ് ആയിട്ടും ഡിവൈഡ് ചെയ്യും. ഈ പ്ലാസ്മ സെൽസ് ആണ് നമ്മുടെ ആന്റിബോഡിയെ നിർമ്മിക്കുന്നത്. മെമ്മറി സെൽസ് ആണ് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കപ്പെടുന്നത്. ഈ പാത്തജൻ ഭാവിയിൽ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ മെമ്മറി സെൽസ് ആണ് ഇവൻ നേരത്തെ വന്നവനാണ്, ഇവനെ ഉടനെ തന്നെ അടിച്ച് വെളിയിൽ കളയണമെന്ന് തീരുമാനിക്കുന്നത് ഈ മെമ്മറി സെൽസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ശരീരത്തിൽ ഒരു പാത്തജൻ കയറിയാൽ, ഇതിപ്പോ നമ്മൾ ഇത്രയും വൃത്തിക്ക് പറഞ്ഞിരിക്കുന്നുള്ളൂ, ഇത്ര വൃത്തിയൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. ഇറ്റ് ഈസ് ആക്ച്വലി എ മെസ്. പക്ഷെ അതിനെ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലീൻ ആയിട്ട് പഠിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഒരൊറ്റ പാത്തോജൻ ഉള്ളിൽ വന്നപ്പോ തന്നെ ആരൊക്കെയാണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്? ഇതും നമ്മൾ വളരെ ലിമിറ്റ് ചെയ്തേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് പിടികിട്ടാൻ വേണ്ടി മാത്രം. ഒരൊറ്റ പാത്തജൻ കയറിയപ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിച്ച ആ ആകെ മൊത്തം ചേഞ്ചസ് ആണ് ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മുടെ ഇമ്മ്യൂണോളജിയുടെ ഫൗണ്ടേഷൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഇമ്മ്യൂണോളജിയിൽ ഇവന്മാരെല്ലാം പഠിക്കും, പക്ഷേ ഒരു പാത്തജൻ കയറിയാൽ ആരൊക്കെ ഏതൊക്കെ എപ്പോഴൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് പലർക്കും അറിയില്ല. അതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു പാത്തജൻ കയറിയിരിക്കുന്നു. അവിടെ ഓൾറെഡി മാക്രോഫേജും ഡെൻഡ്രിറ്റിക് സെൽസും ഉണ്ടായിരുന്നു. മാക്രോഫേജ് ഉടനെ തന്നെ അതുമായിട്ട് ബൈൻഡ് ചെയ്യുകയും സൈറ്റോകൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞാൽ നിരവധി കെമിക്കൽസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് വിളിക്കുന്നതാണ്. അതിൽ കീമോകൈൻസ് ചെന്ന് ന്യൂട്രോഫിലിനെ വിളിച്ചുകൊണ്ട് വരും. ഇന്റർഫെറോൺസ് ചെന്ന് NK സെൽസിനെ വിളിച്ചുകൊണ്ട് വരും. വൈറസ് ഒക്കെ ആണെങ്കിൽ NK സെൽസ് നേരെ വന്ന വൈറസിനെ അങ്ങ് അറ്റാക്ക് ചെയ്തോളും. ന്യൂട്രോഫിൽ ആണെങ്കിൽ ഫാഗോസൈറ്റിക് കപ്പാസിറ്റി ഉണ്ട്, നേരെ വന്ന് ബാക്ടീരിയ പോലെയുള്ള ആൾക്കാരെ എല്ലാം വിഴുങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളവനാണ്. ദ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് വിളിക്കുന്നത് ന്യൂട്രോഫിലാണ്, മാക്രോഫേജ് അല്ല. കാരണം ആദ്യം അവിടെ ഓടിയെത്തുന്നത് ന്യൂട്രോഫിലാണ്. മാക്രോഫേജ് അവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഇനി എന്താ സംഭവിച്ചത്? നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഡെൻഡ്രിറ്റിക് സെൽസിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഡെൻഡ്രിറ്റിക് സെൽസിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ്. അവർ ആ പാത്തജനെ പ്രോസസ് ചെയ്ത് ആന്റിജനെ പ്രസന്റ് ചെയ്യുന്നു. അവർ നേരെ ലിംഫ് നോഡ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ലിംഫ് നോഡ്സിൽ ഒന്നും അറിയാതിരിക്കുന്ന ഹെൽപ്പർ ടി സെൽസിനെ അവന്മാരെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഹെൽപ്പർ ടി സെൽസ് ആക്ടിവേറ്റഡ് ആകുന്നതോടുകൂടി നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസിൽ നിന്നും അഡാപ്റ്റീവ് റെസ്പോൺസിലേക്ക് മാറുകയാണ്. ഹെൽപ്പർ ടി സെൽസ് ബി സെൽസുമായിട്ടും സൈറ്റോടോക്സിക് ടി സെൽസുമായിട്ടും മാക്രോഫേജുമായിട്ടും കമ്മ്യൂണിക്കേഷനിൽ വരികയാണ്. ബി സെല്ല് നേരെ തന്നെ പാത്തജനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവനാണ്. ഡെൻഡ്രിറ്റിക് സെല്ലിനെ പോലെ അത്രയും സ്ട്രെങ്ത് ഇല്ലെങ്കിൽ പോലും ബി സെൽസ് ആന്റിജനെ പ്രസന്റ് ചെയ്യും. ആ ആന്റിജനുമായിട്ട് വീണ്ടും ഹെൽപ്പർ ടി സെൽസ് കോണ്ടാക്റ്റിൽ വരികയും ഇത് ബി സെല്ലിനെ ഡിവൈഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ബി സെൽസ് ആർ നൗ ഗെറ്റിംഗ് ആക്ടിവേറ്റഡ്. ബി സെൽസ് ഡിവൈഡ് ചെയ്ത് പ്ലാസ്മ സെൽസും മെമ്മറി സെൽസും ആകുന്നു. പ്ലാസ്മ സെൽസ് ആണ് ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ആന്റിബോഡീസ് എന്ന് പറയുന്ന പ്രോട്ടീൻ നമ്മുടെ പാത്തോജനുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആന്റിജനുമായിട്ട് അറ്റാക്ക് ചെയ്ത് അവന്മാരെന്ത് ചെയ്യും?
അവന്മാര് ഡീൽ ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ, അങ്ങനെ ഈ അറ്റാക്ക് ചെയ്ത് കിട്ടുന്ന അവശിഷ്ടങ്ങളെ നമ്മുടെ മാക്രോഫേജ് വന്ന് വിഴുങ്ങിക്കോളും. അതുപോലെ സൈറ്റോടോക്സിക് T സെൽസ് നേരെ വന്നിട്ട് ഇൻഫെക്റ്റഡ് സെൽസിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അവിടുത്തെ അവശിഷ്ടങ്ങളെയും ആര് വന്ന് വിഴുങ്ങും? മാക്രോഫേജസ് വന്ന് വിഴുങ്ങും. അപ്പൊ നോക്കൂ, ഇപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു കണക്ഷൻ കിട്ടിയല്ലോ. ഇനി ഇതിന്റെ സൈഡിൽ കൂടെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന്റെ സൈഡിൽ കൂടെ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന സംഗതി സംഭവിക്കും. ഓക്കെ, ഇൻഫ്ലമേഷൻ സംഭവിക്കും. കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ചില പ്രോട്ടീൻസ് ആക്ടിവേറ്റഡ് ആകും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന്റെ ഇടയിലൂടെ സംഭവിക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടെ തൽക്കാലം എടുത്തു പറയുന്നില്ല. നമ്മളതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നതാണ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും സംഭവിക്കുന്ന ഇവന്റുകളെയാണ് നമ്മളിവിടെ സമ്മറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും പുതിയ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ബാച്ച് ഓഗസ്റ്റ് 3-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഇങ്ങനെയുള്ള പല കോൺസെപ്റ്റുകളും നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ നമ്മുടെ ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഉറപ്പായിട്ടും ഈ ജോലി നിങ്ങൾക്ക്, ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബാച്ച് ഓൾറെഡി ലൈവായി കഴിഞ്ഞു. ക്ലാസ്സുകൾ ഓഗസ്റ്റ് 3-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ താഴെ കാണുന്ന നമ്മുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകളെല്ലാം ഇഷ്ടപ്പെടുന്നു എന്ന വിശ്വാസത്തിൽ അടുത്ത ഏരിയയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.